മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 2 എപ്പിസോഡുകളാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ഈ 2 എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാൻ നിങ്ങൾക്ക് A+ ലഭിച്ചിരിക്കും. അത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സശ്രദ്ധം ഈ 2 എപ്പിസോഡുകളും കാണുക. അപ്പോൾ സെറ്റല്ലേ? നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. ചാപ്റ്റർ 1 ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് വാസ് കൺസിഡേർഡ് ആസ് എ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ. ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? അബാക്കസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. നിരവധി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ്. ചാൾസ് ബാബേജ് ആണ്, അതെല്ലാവർക്കും അറിയാം. ഹു ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. ഇത് തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മോഡേൺ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ചാൾസ് ബാബേജ് ആണ്, പക്ഷെ മോഡേൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അത് അലൻ ട്യൂറിംഗ് ആണെന്ന് മനസ്സിലാക്കുക. നാലാമത്തെ ചോദ്യം, ഹു ഈസ് കൺസിഡേർഡ് ആസ് എ ഫസ്റ്റ് പ്രോഗ്രാമർ. ആദ്യത്തെ പ്രോഗ്രാമർ എന്ന് പറയുന്നത് അഡ ലവ്ലേസ് എന്ന് പറയുന്ന ലേഡിയാണ്. അഞ്ചാമത്തെ ചോദ്യം, നെയിം ദ 2 മെഷീൻസ് ഡിസ്കവേർഡ് ബൈ ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് ഏതൊക്കെ 2 മെഷീനുകളാണ് കണ്ടുപിടിച്ചത്? ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനുമാണ്. അല്ലെങ്കിൽ ചാൾസ് ബാബേജിനെ എന്തുകൊണ്ടാണ് മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും കണ്ടുപിടിച്ചതുകൊണ്ടാണ്. ആറാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എനി 3 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 100% ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം നിർബന്ധമായിട്ടും പഠിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. 4ാം തലമുറ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതേണ്ടതാണ്. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിന് മുൻ വർഷത്തിൽ ചോദിച്ചതാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ അതിൽ ഉപയോഗിച്ചത് ഏതാണ് എന്ന് വലതുഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വാക്യൂം ട്യൂബാണ്. അടുത്ത സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ അതിൽ ഉപയോഗിച്ചിരുന്നത് ട്രാൻസിസ്റ്ററാണ്. 3rd ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. 4th ജനറേഷനിൽ ഉപയോഗിച്ചത് മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് പഠിച്ച് മുന്നോട്ട് പോകാം. അടുത്തായിട്ട് ചാപ്റ്റർ 2 ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര. ഇത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നൊരു ചാപ്റ്ററാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പഠിക്കേണ്ടത് നമ്പർ സിസ്റ്റം കൺവേർഷനുകളാണ്. എല്ലാ സിസ്റ്റം കൺവേർഷനുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൺവേർഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പെട്ടെന്ന് പഠിച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ആസ്കി യൂണിക്കോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആസ്കിയുടെ പൂർണ്ണ രൂപം തന്നെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ് ആസ്കിയുടെ ഫുൾ ഫോം. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ദെൻ നമ്മുടെ കീബോർഡിലുള്ള അക്ഷരങ്ങൾക്ക്, എല്ലാ അക്ഷരങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് പറയുന്നത്. ആസ്കി കോഡ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ യൂണിക്കോഡ് ഉപയോഗിച്ചിട്ട് ലോകത്തെ എല്ലാ ഭാഷകളും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് യു മീൻ ബൈ യൂണിവേഴ്സൽ ഗേറ്റ്സ്. വിച്ച് ഗേറ്റ്സ് ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഡ്രോ ദർ സിമ്പിൾസ് എന്നുള്ളതാണ്. യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് പറഞ്ഞാൽ നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം, നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ബേസിക് ഗേറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ബേസിക് ഗേറ്റുകളായ ആൻഡ് ഓർ നോട്ടിനെ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ ലോജിക് സിമ്പിളും ട്രൂത്ത് ടേബിളും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നാമത്തെ ചോദ്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ആസ്കി യൂണിക്കോഡ്. ആസ്കിയും യൂണിക്കോഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത, വാട്ട് ആർ ബേസിക് ഗേറ്റ്സ്, എക്സ്പ്ലെയിൻ വിത്ത് ദർ സിമ്പിൾസ്. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഈ 3 ഗേറ്റുകളെയാണ് ബേസിക് ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ട്രൂത്ത് ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. അഞ്ചാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഇൻറ്റിജേഴ്സ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഇൻറ്റിജേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും 3 മെത്തേഡ്സ് ആണ് ചോദിക്കുന്നത്. ഇൻറ്റിജേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 3 മാർഗ്ഗങ്ങളാണ്. ഒന്ന് സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, 2 വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്, മൂന്നാമതായി 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്വിക്ക് റിവിഷൻ സീരീസിലെ പാർട്ട് 1 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത 6ാമത്തെ ചോദ്യം, ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ഡാഷ്.
ബൈനറി നമ്പറിലെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ അറിയപ്പെടുന്നത് ബിറ്റ് എന്നാണ്. ബിറ്റിന്റെ ഫുൾ ഫോം ആണ് ബൈനറി ഡിജിറ്റ് എന്നത് പ്രത്യേകം ഓർക്കുക. ഏഴാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ എനി 3 നമ്പർ സിസ്റ്റംസ്. നമ്പർ സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ബൈനറി ആണ്, ബേസ് 2 ആണ്, 2 സിമ്പലുകൾ. ഒക്ടലിന്റെ ബേസ് 8 ആണ്, 8 സിമ്പലുകൾ. ഡെസിമലിന്റെ ബേസ് 10 ആണ്, 10 സിമ്പലുകൾ ഉപയോഗിക്കുന്നു. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്, അതിൽ 16 സിമ്പലുകൾ ഉപയോഗിക്കുന്നു. 0 മുതൽ 9 വരെയും എ മുതൽ എഫ് വരെയും. അടുത്ത 8ാമത്തെ ചോദ്യം വാട്ട് ആർ MSD ആൻഡ് LSD. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. MSD എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്, അതായത് ഏറ്റവും ഇടതുഭാഗത്തുള്ള ഡിജിറ്റ്. LSD എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്, അതായത് ഏറ്റവും വലതുഭാഗത്തുള്ള ഡിജിറ്റ്. ഇത് MSDക്ക് പകരം MSB എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ് പറയേണ്ടത്. അതുപോലെ LSDക്ക് പകരം LSB എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ പറയേണ്ടത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 9ാമത്തെ ചോദ്യമാണ് ഫൈൻഡ് ദ MSD ആൻഡ് LSD ഓഫ് 7836. 7836 എന്ന് പറയുന്ന സംഖ്യയുടെ MSD LSD ഏതാണെന്നാണ് ചോദിക്കുന്നത്. MSD എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇടതുഭാഗത്തെ ഡിജിറ്റ് ആണ്, അതുകൊണ്ട് 7 ആണ് MSD. LSD എന്ന് പറഞ്ഞാൽ ഏറ്റവും വലതുഭാഗത്തെ ഡിജിറ്റ് ആണ്, അതുകൊണ്ട് 6 ആണ് LSD. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഇതിനു മുമ്പ് ചെയ്ത ക്വിക്ക് റിവിഷൻ സീരീസിൽ നമ്മളത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തതായിട്ട് ചാപ്റ്റർ 3 കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. വളരെ വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ആദ്യത്തെ ചോദ്യം 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് ബിറ്റ്സ് എന്നാണ്. അത് 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. രണ്ടാമത്തെ ചോദ്യം കമ്പയർ റാം ആൻഡ് റോം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ക്വിക്ക് റിവിഷൻ സീരീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൂന്നാമത്തെ ചോദ്യം ഡിഫൈൻ ദ ടേം ഇ വേസ്റ്റ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് എനി 2 ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇ വേസ്റ്റിനെ കുറിച്ച് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇ വേസ്റ്റ് എന്താണെന്നും അത് നിർമ്മാർജ്ജനം ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഇ വേസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഡിസ്പോസ് ചെയ്യാനുള്ള 4 മെത്തേഡുകളാണ്. ഒന്ന് റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്കിൾ, ലാൻഡ് ഫില്ലിംഗ്. റീയൂസ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗം, വീണ്ടും ഉപയോഗിക്കാൻ കൊടുക്കുക ആർക്കെങ്കിലും. അതുപോലെ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് വീണ്ടും ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടുക. ഇതിൽ റീയൂസും റീസൈക്കിളും ചെയ്യാവുന്ന, പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാവുന്ന മാർഗ്ഗങ്ങളാണ്. ഇൻസിനറേഷനും ലാൻഡ് ഫില്ലിങ്ങും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, ഓർത്ത് വയ്ക്കുക. അടുത്ത 4ാമത്തെ ചോദ്യം ലിസ്റ്റ് 4 മേജർ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂസറിനും ഹാർഡ്വെയറിനും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ ഹാർഡ്വെയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. ഈ 4 എണ്ണത്തിൻ്റെയും പേരുകൾ കൃത്യമായി ഓർത്ത് വയ്ക്കുക. അടുത്ത 5ാമത്തെ ചോദ്യമാണ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണെന്നാണ് ചോദ്യം. മെമ്മറിയുടെ സൈസും വേഗതകളും കണക്കാക്കാൻ വളരെ രസകരമായൊരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും വലിയ മെമ്മറി ഹാർഡ് ഡിസ്ക് ആണ്, ഏറ്റവും സ്പീഡ് കുറഞ്ഞത് ഹാർഡ് ഡിസ്ക് ആണ്. ഏറ്റവും ചെറിയ മെമ്മറി രജിസ്റ്റേഴ്സ് ആണ്, ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറിയും രജിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് രജിസ്റ്റർ ആണ് കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി. ഏറ്റവും വേഗത കുറഞ്ഞതും ഹാർഡ് ഡിസ്കും. അടുത്ത 6ാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്നാൽ എന്ത്? നമുക്ക് ക്യാഷ് മെമ്മറി എന്താണെന്ന് നോക്കാം. ക്യാഷ് മെമ്മറി പ്രോസസ്സറിനും റാമിലും ഇടയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ്. റാമിൽ നിന്നുള്ള ഡാറ്റ ക്യാഷിൽ സ്വീകരിച്ച ശേഷം വളരെ വേഗത്തിൽ പ്രോസസ്സറിലേക്ക് കൊടുക്കുകയാണ് ക്യാഷ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ റാമിലേക്ക് സ്വീകരിക്കുന്നു, റാം കുറച്ചുകൂടി വേഗത്തിൽ ക്യാഷിലേക്ക് കൊടുക്കുന്നു, ക്യാഷ് വളരെ വേഗത്തിൽ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഹാർഡ് ഡിസ്കിനും പ്രോസസ്സറിനും ഇടയിൽ ഫിക്സ് ചെയ്യുന്ന മെമ്മറിയാണ് റാമും ക്യാഷും എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത 7ാമത്തെ ചോദ്യം നെയിം 2 ഡിഫറെൻറ്റ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് വിച്ച് ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻറ്റു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പ്രീ പ്രോസസ്സറാണ് കമ്പൈലർ. അപ്പോൾ കമ്പൈലർ ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന മറ്റൊരു ലാംഗ്വേജ് പ്രീ പ്രോസസ്സറാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റർ ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അടുത്ത 8ാമത്തെ ചോദ്യം കമ്പയർ കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കമ്പാരിസൺ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. കമ്പൈലർ ചെയ്യുന്നത് കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ഇൻ എ സിംഗിൾ റൺ, ഒറ്റ പ്രാവശ്യം തന്നെ മുഴുവൻ പ്രോഗ്രാമിനെയും മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്റർപ്രറ്റർ ചെയ്യുന്നത് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ ആണ്. ഇത് വ്യക്തമായിട്ട് നമ്മുടെ ക്വിക്ക് റിവിഷൻ സീരീസിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത 9ാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഫ്രീ അല്ലാത്ത സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഴ്സ് അല്ലാത്ത സോഫ്റ്റ്വെയർ ഏതാണ്? എ GNU ലിനക്സ്, അത് ഓപ്പൺ സോഴ്സ് ആണ്.
ബി എം എസ് ഓഫീസ് ഓപ്പൺ സോഴ്സ് അല്ല, ജിംപും മൊസില്ല ഫയർഫോക്സും ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്പൺ സോഴ്സ് അല്ലാത്ത സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് MS ഓഫീസ് ആണ്. അത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. 10ാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫോളോയിങ് മെമ്മറീസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദർ സ്പീഡ്. ഇത് നമ്മൾ കൃത്യമായിട്ടൊരു ചിത്രം ഇതിനു മുമ്പ് കാണിച്ചിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവും. ഏറ്റവും വേഗത കുറഞ്ഞത് ഹാർഡ് ഡിസ്ക് ആണ്, അതിനേക്കാൾ വേഗത കൂടിയതാണ് റാം, അതിനേക്കാൾ വേഗത കൂടിയതാണ് ക്യാഷ്, ഏറ്റവും വേഗത കൂടിയതാണ് രജിസ്റ്റേഴ്സ്. അടുത്ത 11ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 4 ഫ്രീഡംസ് റിലേറ്റഡ് ടു ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീഡം പ്രധാനമായും 4 തരത്തിലാണ്. ഫ്രീഡം 0, ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം, ഫ്രീഡം 1, ഫ്രീഡം ടു സ്റ്റഡി ദ പ്രോഗ്രാം, ഫ്രീഡം 2, ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട്, ഫ്രീഡം 3, ഫ്രീഡം ടു ചേഞ്ച് ദ പ്രോഗ്രാം. അടുത്ത 4ാമത്തെ ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ആദ്യത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് ആസ് ഡാഷ്. ഒരു പ്രോഗ്രാമിലെ തെറ്റ് തിരുത്തുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ഒരു സോഴ്സ് കോഡിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ബഗ്ഗുകൾ, എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എററുകളെ തിരുത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീബഗ്ഗിംഗ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഡിക്റ്റേറ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ഓഫ് എറേഴ്സ് ഇസ് കോൾഡ് ഡീബഗ്ഗിംഗ്. രണ്ടാമത്തെ ചോദ്യം, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്, സിൻടാക്സ് എറർ, അൽഗോരിതം, ഡീബഗ്ഗിംഗ്. ഡീബഗ്ഗിംഗ് എന്താണെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഗ്രാമറിൽ ഉണ്ടാകുന്ന തെറ്റാണ്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്പുകൾ എന്നാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും അടുത്ത ചോദ്യങ്ങളിൽ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് റോംബസ് സിമ്പിൾ ഇൻ ഫ്ലോ ചാർട്ട്. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിളുകൾ മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ആണ്, ഓവൽ ഷേപ്പ്. രണ്ടാമത്താണ് ഇൻപുട്ട്, പാരലലോഗ്രാം ആണ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. മൂന്നാമത്തത് പ്രോസസ് ആണ്, അതാണ് റെക്റ്റാങ്കിൾ. നാലാമത്താണ് ഡിസിഷൻ ബോക്സ്, ഇതാണ് റോംബസ് എന്ന് പറയുന്ന ചിഹ്നം. അടുത്ത ഫ്ലോ ലൈൻസ്, ലാസ്റ്റ് വൺ കണക്ടർ. അപ്പോൾ റോംബസ് സിമ്പിൾ ഉപയോഗിക്കുന്നത് ഡിസിഷൻ ബോക്സിന് വേണ്ടിയിട്ടാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, വിച്ച് സിമ്പിൾ ഓഫ് ഫ്ലോ ചാർട്ട് ക്യാൻ ഓൺലി യൂസ്ഡ് ആസ് പെയർസ്. പെയർ ആയിട്ട് മാത്രം, രണ്ടെണ്ണം ഒരുമിച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഏതാണ്? പെയർ ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളാണ് കണക്ടർ എന്ന് പറയുന്നത്. ഒരു പേജിൻ്റെ അവസാനത്ത് നിന്ന് മറ്റൊരു പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കണക്ടർ യൂസ് ചെയ്യും. ഈ ചിത്രത്തിൽ A എന്ന് പറഞ്ഞ് അവസാനം കൊടുത്തിരിക്കുന്നതും മറുവശത്ത് A എന്ന് പറഞ്ഞ് ആദ്യം കൊടുത്തിരിക്കുന്നതും കണക്ടറാണ്. ഇത് പെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത, നെയിം ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. പ്രോബ്ലം സോൾവിംഗിലുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? കാരണം ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഡോക്യുമെന്റേഷൻ. പ്രോഗ്രാം റിട്ടൺ ഇൻ HLL ഈസ് നോൺ ആസ്. HLL എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ എന്തെന്നാണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് വരുന്നത്. സോഴ്സ് കോഡിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഒബ്ജക്റ്റ് കോഡായിട്ട്. ഈ സോഴ്സ് കോഡിനെ വിളിക്കുന്ന പേരാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്നത്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഴ്സ് കോഡ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് കോഡ്. സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ട്രാൻസ്ലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സോഴ്സ് കോഡ് ഇൻറ്റു ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ മറക്കരുത്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡാണ്. അടുത്ത 7ാമത്തെ ചോദ്യം, കുറച്ച് ഫ്ലോ ചാർട്ട് സിമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓഡ് 1, ഇതിൽ കൂട്ടത്തിൽ ചേരാത്തവൻ ആരാണെന്നാണ് ചോദ്യം. A, B, C കൊടുത്തിട്ടുണ്ട്. ഇതിൽ A എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്, പ്രോസസ്സിൻ്റെ ബോക്സ് ആണ്. B എന്ന് പറഞ്ഞാൽ റോംബസ് ആണ്, ഡിസിഷൻ ബോക്സ് ആണ്. C പാരലലോഗ്രാം ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് തീർച്ചയായിട്ടും ഡിസിഷൻ ബോക്സ് ആണ്. ഉത്തരം B ആണ്. ഡിസിഷൻ ബോക്സിന് ഒന്നിലധികം ഔട്ട്പുട്ടുകൾ, അതായത് ട്രൂവും ഫോൾസും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി എല്ലാത്തിനും ഓരോ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. 8ാമത്തെ ചോദ്യം, നെയിം ദ സ്റ്റെപ്പ് ഓഫ് കൺവേർട്ടിംഗ് സോഴ്സ് കോഡിൻ്റെ ഒബ്ജക്റ്റ് കോഡ്. ഇപ്പം തന്നെ നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്, ട്രാൻസ്ലേഷൻ ആണ്. 9ാമത്തെ ചോദ്യം, ഡിഫൈൻ ദ ടേം ഡീബഗ്ഗിംഗ്. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 ഫേസസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡീബഗ്ഗിംഗ്. ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞാൽ കറക്ഷൻ ഓഫ് എറേഴ്സ്, തെറ്റ് തിരുത്തുന്നതിനെയാണ് ഡീബഗ്ഗിംഗ് എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടു. ഏത് 2 സ്റ്റെപ്പുകളിലാണ് ഡീബഗ്ഗിംഗ് വരുന്നതെന്നാണ് ചോദ്യം. അത് ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്, ട്രാൻസ്ലേഷനും എക്സിക്യൂഷനുമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. 10ാമത്തെ ചോദ്യം, ഡിഫൈൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ദാറ്റ് ആർ എൻകൗണ്ടേർഡ് ഡ്യൂറിംഗ് ദ കമ്പൈലേഷൻ ആൻഡ് റണ്ണിംഗ് ഓഫ് എ പ്രോഗ്രാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. എറേഴ്സ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്: സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, അതുപോലെ തന്നെ റൺ ടൈം എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറിലുണ്ടാകുന്ന തെറ്റുകളാണ്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ലോജിക്കിൽ ഉണ്ടാകുന്ന തെറ്റാണ്. റൺ ടൈം എറർ എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റാണ്. അടുത്തതായി 5ാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു C++. ആദ്യത്തെ ചോദ്യം, ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ഡാഷ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ടോക്കൺസ്. 2ാമത്തെ ചോദ്യം, റൈറ്റ് ദ റൂൾസ് ഫോളോഡ് ഫോർ നെയിമിംഗ് ആൻഡ് ഐഡന്റിഫയർ.
ഒരു ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ് ടോക്കൺ. ടോക്കൺസിനെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിൽപ്പോ എന്നുള്ളൊരു വാക്കാണ് പഠിച്ചത്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇനി ഐഡൻറ്റിഫയേഴ്സിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 5 ഒന്നാമത്തെ, ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ലെറ്ററും ഡിജിറ്റും അണ്ടർസ്കോർ ഉപയോഗിക്കാം. പക്ഷേ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. പേര് തുടങ്ങുന്നത് ഒരു ലെറ്ററോ അണ്ടർസ്കോറോ ഉപയോഗിച്ചിട്ടാവണം. മൂന്നാമത്, വൈറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടറോ സ്പേസോ ഉപയോഗിക്കാൻ പാടില്ല. നാലാമതായിട്ട്, കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ലാസ്റ്റ് വൺ, അഞ്ചാമതായിട്ട്, അപ്പർ കേസും ലോവർ കേസും രണ്ടും ഡിഫറെൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ലിറ്ററൽസ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. ലിറ്ററൽസ് എന്നാൽ വാല്യൂ ചേഞ്ച് ആവാത്തതാണ്, കോൺസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. ഇത് പ്രധാനമായും 4 തരത്തിലാണ്: ഇൻറ്റിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ്, സ്ട്രിംഗ് ലിറ്ററൽസ്. അടുത്ത 4ാമത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ക്യാരക്ടർ സെറ്റ് ഓഫ് C++. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ഭാഷയും പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അക്ഷരമാലയാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും. അതുപോലെ ഒരു പ്രോഗ്രാമിംഗ് ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ അക്ഷരമാല എന്ന് പറയുന്നതാണ് ക്യാരക്ടർ സെറ്റ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. C++ൻ്റെ ക്യാരക്ടർ സെറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ് A to Z, ഡിജിറ്റ് 0 to 9, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്. അടുത്ത ചോദ്യം, വാട്ട് ആർ മെന്റ് ബൈ ടോക്കൺസ്? നെയിം ദ ടോക്കൺസ് അവൈലബിൾ ഇൻ C++. നമ്മൾ തൊട്ട് മുൻപ് കണ്ടു കഴിഞ്ഞു. 6ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് കീവേഡ് കോൺസ്റ്റ്? ഗീവ് ആൻ എക്സാമ്പിൾ. കോൺസ്റ്റ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത് ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉദാഹരണം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്ലോട്ട് പൈ = 3.14 എന്ന് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. പൈ എന്ന് പറയുന്ന വേരിയബിളാണ്, ഇത് ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. പൈയുടെ വാല്യൂ മാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത് വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ ഇതിന് മുന്നിൽ കോൺസ്റ്റ് എന്നൊരു കീവേഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പൈ എന്ന് പറയുന്ന വേരിയബിൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. ഇനി ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. അപ്പോൾ ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി മാറ്റാനുള്ള കീവേഡാണ് കോൺസ്റ്റ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത 7ാമത്തെ ചോദ്യമാണ്, ഐഡൻറ്റിഫൈ ദ ഇൻവാലിഡ് ലിറ്ററൽസ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് എ റീസൺ ഫോർ ഈച്ച്. A to E 3.5 അത് ഇൻവാലിഡ് ആണ്. എക്സ്പോണൻഷ്യൽ മെത്തേഡിൽ എഴുതുന്ന സമയത്ത് എക്സ്പോണൻ്റ് എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കണം. ഇത് ഫ്ലോട്ടാണ്, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. ബി എന്ന് പറയുന്നത് 9 ഇൻവേർട്ടഡ് കോമയിൽ, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ സ്ട്രിങ് ആയിട്ട് എഴുതിയിരിക്കുന്നു, അത് വാലിഡ് ആണ്. അടുത്ത സി എന്ന് പറയുന്നത് ഹെലോ എന്ന് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതിയിരിക്കുന്നത്, അത് ഇൻവാലിഡ് ആണ്. കാരണം സ്ട്രിങ് ആവുമ്പോൾ നിർബന്ധമായിട്ടും ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വേണം എഴുതാൻ. അടുത്ത ഡി വാലിഡ് ആണ്. അപ്പോൾ അതിൽ ഇൻവാലിഡ് ആയത് എയും സിയുമാണ്. അടുത്ത 8ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യൂസർ ഡിഫൈൻഡ് നെയിം? കീവേഡ്, ഐഡൻറ്റിഫയർ, എസ്കേപ്പ് സീക്വൻസ്, ഓൾ ഓഫ് ദിസ്. ഇതിൽ യൂസർ കൊടുക്കുന്ന പേര് ഏതാണെന്നാണ് ചോദ്യം. അത് ബി ആണ്, ഐഡൻറ്റിഫയർ ആണ്. അടുത്തതായി ചാപ്റ്റർ 6, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓഫ് C++ വിത്ത് ഇറ്റ്സ് സിംബൽസ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് C++ 3 ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ആംപർസാൻഡ് സിമ്പിളാണ്. ഓർ ഡിനോട്ട് ചെയ്യുന്നത് പൈപ്പ് സിമ്പിളാണ് 2. നോട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് അഥവാ ആശ്ചര്യചിഹ്നമാണ്. അടുത്ത 2ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ടൈപ്പ് പ്രൊമോഷൻ ഇൻ C++? ടൈപ്പ് പ്രൊമോഷൻ എന്ന ഭാഗത്താണ് ഇത് വരുന്നത്. ടൈപ്പ് പ്രൊമോഷൻ എന്നാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വൺ ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻടു അനദർ. ഒരു തരത്തിലുള്ള ഡാറ്റയെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ എന്ന് വിളിക്കുന്നത്. 2 തരത്തിലുണ്ട്, ഇംപ്ലിസിറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം തനിയെ കൺവേർട്ട് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. അടുത്ത എക്സ്പ്ലിസിറ്റ്, യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് എന്ന് വിളിക്കുന്നത്, അതിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ പേര് മറക്കരുത്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ ടൈപ്പ് പ്രൊമോഷൻ എന്നും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നും വിളിക്കും. ഇംപ്ലിസിറ്റിൻ്റെ തിയറി പാർട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലിസിറ്റിൻ്റെ ലാസ്റ്റ് ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3ാമത്തെ ചോദ്യം, ഡിഫൈൻ ദ ടേം വേരിയബിൾ, റൈറ്റ് ദ കറക്റ്റ് സിൻടാക്സ് ടു ഡിക്ലെയർ എ വേരിയബിൾ. വേരിയബിൾസ് ആർ ദ നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ വേരിയബിൾ. അപ്പോൾ ഇതൊരു മെമ്മറി ലൊക്കേഷനാണ്. ഇതിനുള്ളിലൊരു 65 എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. 1001 എന്ന് പറയുന്ന അതിൻ്റെ അഡ്രസ്സ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന അതിൻ്റെ പേരാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ 1001 അതിൻ്റെ അഡ്രസ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. 65 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലെ കണ്ടന്റ് ആണ്, അതിൻ്റെ ഉള്ളടക്കമാണ്. എ എന്ന് പറയുന്ന അതിൻ്റെ നെയിമാണ്, വേരിയബിൾ നെയിമാണ്. ഈ മെമ്മറി അഡ്രസ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൽ വാല്യൂ. കണ്ടന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആർ വാല്യൂ. അപ്പോൾ വേരിയബിളിൻ്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ്സാണ്, ആർ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കമാണ്, അതിൻ്റെ കണ്ടന്റാണ്. അപ്പോൾ വേരിയബിളിനോട് കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 2 വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് എൽ വാല്യൂ ആണ്, ആർ വാല്യൂ ആണ്. അടുത്ത 5ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ ഡാറ്റ
ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ്ഡ് ഇൻ C++. ടൈപ്പ് മോഡിഫയേഴ്സ് എന്നാൽ ഡാറ്റ ടൈപ്പിന്റെ സൈസിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന കീവേഡുകളാണ്. ടൈപ്പ് മോഡിഫയേഴ്സ് ആർ യൂസ്ഡ് ടു ഓൾട്ടർ ദ സൈസ് ആൻഡ് റേഞ്ച് ഓഫ് എ ഡാറ്റ ടൈപ്പ്. ഇത് പ്രധാനമായും 4 സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ഈ 4 പേരുകളും ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അടുത്ത 7ാമത്തെ ചോദ്യം, റൈറ്റ് ദ സിംബൽസ് ഓഫ് ദ ഫോളോയിങ് C++ ഓപ്പറേറ്റേഴ്സ്. ആദ്യത്തത് എ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, അത് ക്വസ്റ്റ്യൻ മാർക്കും കോളനും ആണ്. അടുത്ത എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുന്നതാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ++ ആണ്. നോട്ട് ആശ്ചര്യചിഹ്നമാണ്. അടുത്ത ചോദ്യം, നെയിം ദ കീവേഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എംപ്റ്റി സെറ്റ് ഓഫ് ഡാറ്റ. നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് പഠിച്ചു എംപ്റ്റി സെറ്റ്, ശൂന്യം എന്ന് പറയുന്നത് വോയിഡ് ആണ്. അടുത്ത 9ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ മെമ്മറി റിക്വയർമെന്റ്. വോയിഡ്, ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഡാറ്റ ടൈപ്സിന്റെ മെമ്മറി നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരുന്നു. ക്യാർ 1 ആണ്, ഇൻറ്റ് 4 ആണ്, ഫ്ലോട്ട് 4 ആണ്, ഡബിൾ 8 ആണ്, വോയിഡ് 0 ആണ്. 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇൻ C++? ഗീവ് ആൻ എക്സാമ്പിൾ. സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ എത്ര സൈസ് മെമ്മറി സ്പേസ് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സിൻടാക്സ് ഒന്നുകിൽ സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം, അതല്ലെങ്കിൽ സൈസ് ഓഫ് വേരിയബിളിൻ്റെ പേര് പറയാം, അല്ലെങ്കിൽ സൈസ് ഓഫ് എ കോൺസ്റ്റന്റ്. അതിന് ഉദാഹരണം സൈസ് ഓഫ് ഇൻറ്റ്. സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറിൻ്റെ സൈസ്, അതായത് 4 ആണ്. സൈസ് ഓഫ് ഫ്ലോട്ടിൻ്റെ സൈസ്, അതും 4 ആണ്. എന്നാൽ സൈസ് ഓഫ് ഡബിൾ അത് 8 ആണ്. സൈസ് ഓഫ് ക്യാർ 1 ആണ്. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് മെമ്മറി സ്പേസ് എത്ര ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്? ഗീവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അത് 6 എണ്ണമാണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈസ് ഈക്വൽ ടു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസ് ഈക്വൽ ടു എന്ന് നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഒരു ഈക്വൽ ടു ആണ് ഇടാറുള്ളത്. എന്നാൽ C++ 2 ഈക്വൽ ടു ഇട്ടാൽ മാത്രമേ അത് റിലേഷണൽ ഓപ്പറേറ്റർ ആവുന്നുള്ളൂ. അടുത്ത ചോദ്യം, കമ്പയർ ദ സ്റ്റേറ്റ്മെന്റ്സ് A ഈക്വൽ ടു 1 ആൻഡ് A ഈക്വൽ ടു 1. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. ഇത് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു അത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. A ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാല്യൂ 1 ഈസ് സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ A. അതായത് 1 എന്ന് പറയുന്ന വാല്യൂ എയിൽ സ്റ്റോർ ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ A ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A ഇസ് ഈക്വൽ ടു 1 എന്നാണ്. A 1 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഈക്വൽ ടു മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. വലതുഭാഗത്തുള്ള വാല്യൂ ഇടതുഭാഗത്തോട്ട് സ്റ്റോർ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ 2 ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ അത് തുല്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത 13ാമത്തെ ചോദ്യം, റൈറ്റ് 3 സ്റ്റേറ്റ്മെന്റ് സിമിലർ ടു A ഈക്വൽ ടു A+1. A ഈക്വൽ ടു A+1ന് തത്തുല്യമായ മറ്റ് 3 സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലൊന്ന് A+ ഈക്വൽ ടു 1, A++, ++A. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റർ യൂസ്ഡ് ടു ഫൈൻഡ് ദ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. റിമൈൻഡർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്? മോഡുലസ് ഓപ്പറേറ്റർ ആണ്. 15ാമത്തെ ചോദ്യം, രാജു വാണ്ട്സ് ടു ആഡ് വാല്യൂ 1 ടു ദ വേരിയബിൾ P ആൻഡ് സ്റ്റോർ ദ ന്യൂ വാല്യൂ ഇൻ P ഇറ്റ്സെൽഫ്. റൈറ്റ് 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ ടു ഡു ദ ടാസ്ക്. നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ സെയിം ആയിട്ടുള്ള ചോദ്യം തന്നെയാണത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് P ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. അതിന് നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം. അത് ഏതൊക്കെയാണെന്നാണ്? P ഈക്വൽ ടു P+1, P++, ++P, P പ്ലസ് ഈക്വൽ ടു 1. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. 4ഉം സെയിം ആണ്. അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യത്തേത് A, മോഡുലസ് ഓപ്പറേറ്റർ. നമുക്കറിയാം പെർസെൻറ്റേജ് ചിഹ്നമാണ് മോഡുലസ് ഓപ്പറേറ്ററിന് ഉപയോഗിക്കുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റർ, ഇവിടെ ലോജിക്കൽ ഓപ്പറേറ്റർ തന്നിരിക്കുന്ന ഏതാണ്? ആൻഡ് ആണ്. 2 ആംപർസാൻഡ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അടുത്ത റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ ഈക്വൽ ടു ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഒരു ഈക്വൽ ടു ഇട്ടിരിക്കുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ++ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ഹൗ എ വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് ആൻഡ് ഇനീഷ്യലൈസ്ഡ്. ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതും ഇനീഷ്യലൈസ് ചെയ്യുന്നതും. ഒരു വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ വേരിയബിൾ. ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാനാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്, വേരിയബിൾ 1, വേരിയബിൾ 2 എന്നിങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇൻറ്റ് A, B. ഇതിൻ്റെ അർത്ഥം A എന്നതും B എന്നതും ഇൻറ്റിജർ വേരിയബിളുകളാണ് എന്നതാണ്. അടുത്തത് ഫ്ലോട്ട് C. അതിനർത്ഥം C എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഫ്ലോട്ട് ആണ്. അതായത് C എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഒരു ഫ്ലോട്ട് സംഖ്യ, പോയിന്റ് ഉള്ള ഒരു സംഖ്യ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കൂ എന്നതാണ് ഇതിനർത്ഥം. അടുത്ത വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കാം. സപ്ലൈയിങ് വാല്യൂ ടു എ വേരിയബിൾ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഡിക്ലറേഷൻ ഈസ് കോൾഡ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ.
വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്കൊരു വാല്യൂ നൽകുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് എ ഇസിക്കൽ ടു 1. ഇവിടെ എന്താണ് സംഭവിക്കാൻ നോക്കൂ. ഇൻറ്റ് എ എന്ന് പറയുന്ന സ്ഥിതിക്ക് അവിടെ എ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ 1 എന്ന് പറയുന്ന വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യുക കൂടി ചെയ്യുന്നു. ഇതിനെയാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. C++ന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. C++ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ഹാഷ് ഇൻക്ലൂഡ് IOStream ആണ്. യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റ് മെയിൻ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ 0. ഹാഷ് ഇൻക്ലൂഡ് IOStream എന്താണ്? ഒരു ഹെഡർ ഫയലാണ്. ഇതിനെ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നും വിളിക്കുന്നു. അടുത്ത യൂസിങ് നെയിംസ്പേസ് std. ഇതിൽ സ്റ്റാൻഡേർഡ് നെയിംസ്പേസ് ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ സ്റ്റാൻഡേർഡ് നെയിംസ്പേസിനകത്താണ് സിഇന്നും സിഔട്ടും എഴുതി വെച്ചിരിക്കുന്നത്. അടുത്തത് ഇൻറ്റ് മെയിൻ. ഇൻറ്റ് മെയിൻ എന്ന് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനർത്ഥം മെയിൻ ഫംഗ്ഷൻ ഇവിടെ തുടങ്ങുകയാണ് എന്നതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് എഴുതേണ്ടത്. അടുത്ത റിട്ടേൺ 0. റിട്ടേൺ 0 എന്ന് പറയുമ്പോൾ ഒരു 0 എന്ന വാല്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 0 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലാസ്റ്റ് പ്രോഗ്രാം അവസാനിക്കുന്നു. ഇതാണ് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. അങ്ങനെ 6 ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പാർട്ട് 1 ഇവിടെ തീരുകയാണ്. പാർട്ട് 2 കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അതിലാണ് 7 മുതൽ 12 വരെയുള്ള ചാപ്റ്ററുകളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി പഠിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നന്നായി പരീക്ഷ എഴുതുക. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ. Like a bird on a tree, I'm